നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടിവിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സീമ ജി നായർ എന്ന നടിയെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരാളാണ്. സീമ ജി നായർ അത്ര വലിയ പ്രഗത്ഭയായ നടിയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു നല്ല മനസ്സിനുടമയാണ് സീമ ജി നായർ. ഒരുപാട് സന്നദ്ധ പ്രവർത്തനങ്ങൾ ചെയ്ത് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുത്തും അതേപോലെ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കി കൊടുത്തുമൊക്കെ മാതൃക കാണിക്കുന്ന ഒരു സ്ത്രീയാണ് സീമ ജി നായർ. എനിക്ക് വ്യക്തിപരമായി വളരെ അടുത്തറിയാവുന്ന ഒരാൾ കൂടിയാണ് സീമ ജി നായർ. ഈ സീമ ജി നായർ ഇന്നലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അത് മറ്റൊന്നുമായിരുന്നില്ല, രാഹുൽ മാങ്കൂട്ടത്തിലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റായിരുന്നു. അതിൽ വളരെ വ്യക്തമായിട്ടൊരു കാര്യം പറഞ്ഞിരുന്നു. തെറ്റുണ്ടാകണമെങ്കിൽ രണ്ടുപേരും ഒരേ വഴിക്ക് പോകണം എന്ന് തുടങ്ങിയുള്ള പരാമർശങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു. അതിനൊരുപാട് പേർ സീമ ജി നായരെ കമന്റുകളിലൂടെയും മറ്റും ചീത്ത പറയുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ സീമ ആ പോസ്റ്റിൽ തന്നെ ഉറച്ചു നിന്നു. അതില് ഒരു കമന്റ് ഇങ്ങനെയായിരുന്നു: സീമ ഒരു ദിവസം രാഹുലിനെ സ്വന്തം വീട്ടിലെങ്കിലും കിടത്താമോ? സീമേന് മറുപടി കൊടുത്തത്, അതിനെന്താ, തീർച്ചയായും കിടത്താൻ പറ്റും. അത്രയും ആത്മവിശ്വാസത്തോടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുറിച്ച് വളരെ വ്യക്തമായി ഒരു പോസ്റ്റ് ഇട്ടയാളാണ് സീമ ജി നായർ. സീമ ജി നായർ ഇട്ട ആ പോസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പോസ്റ്റ് ഞാൻ ഇടുന്നത്. പൊങ്കാലി ഉണ്ടാവും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോ ഈ പോസ്റ്റ് ഇടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഓട്ടത്തിലായിരുന്നു. കമന്റ് ബോക്സ് ഓഫ് ചെയ്യുന്നില്ല. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിന് എതിരെയുള്ള ചർച്ചകളും പ്രതിഷേധങ്ങളും ശക്തിപ്പെടുന്നത് കണ്ടിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് കുറച്ച് നാളുകൾക്ക് മുന്നേ കേരളം കണ്ട ഏറ്റവും ജനകീയനായ ഒരു മുഖ്യമന്ത്രി ഏത് രീതിയിൽ ഇവിടെ തേജോവധം ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. നിഷ്പക്ഷമായി ചിന്തിക്കുന്നവർക്ക് ബോധ്യമുള്ള കാര്യമാണ്. തുടർഭരണം ഉറപ്പായ സമയത്ത് തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പേ മകളുടെ പ്രായമുള്ള ഒരു സ്ത്രീയെയും ചേർത്ത് നട്ടാൽ കുരുക്കാത്ത ഒരു നുണബോംബ് ഇവിടെ പൊട്ടിക്കുകയുണ്ടായി. ആ സമയത്ത് ഉമ്മൻചാണ്ടി സാറും അദ്ദേഹത്തിന്റെ കുടുംബവും അനുഭവിച്ച വേദനയുടെ ആഴമളക്കാൻ ആർക്കും കഴിയില്ല. പിതൃതുല്യൻ എന്ന് പറഞ്ഞവർക്ക് അത് മാറ്റിപ്പറയാൻ നിമിഷങ്ങൾ പോലും വേണ്ടി വന്നില്ല. ലൈംഗിക ചേഷ്ടകൾക്ക് വിധേയമാക്കി എന്നും പറഞ്ഞ ഡേറ്റും സമയവും വരെ പുറത്തു വന്നു. സ്വന്തം അച്ഛന്റെ പ്രായമുള്ള ആ മനുഷ്യൻ തന്റെ സദാചാരത്തെ ചോദ്യം ചെയ്തതോടെ തളർന്നു പോയി കാണും. ഒരു മനുഷ്യനെ മാനസികമായി തകർക്കാനുള്ള ഏറ്റവും വലിയ ആയുധം അവരുടെ വ്യക്തിത്വം ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിൽ ഏറ്റവും വലിയ മാധ്യമ വേട്ടയും അവഹേളനങ്ങളും കല്ലെറിയലും വരെയും ഉണ്ടായി. ജനകീയനായ മുഖ്യമന്ത്രിയിൽ നിന്നും ആഭാസനായ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ മാറ്റി. എല്ലാവരും ചേർന്ന് അദ്ദേഹത്തെ വേട്ടയാടി. ഒരു സാധാരണക്കാരന് കിട്ടുന്ന നീതി പോലും കിട്ടാതെ അന്വേഷണ കമ്മീഷന് മുന്നിൽ മണിക്കൂറുകൾ നീണ്ട ചോദ്യങ്ങൾക്ക് നടുവിൽ തളർന്നിരുന്നിട്ടുണ്ടാകും ആ മനുഷ്യൻ. അസുഖത്തിന്റെ കാഠിന്യത്തെക്കാളും ഒലിഞ്ഞു പോയത് ഒരു കള്ളമൊഴിയുടെ അടിസ്ഥാനത്തിൽ കൂട്ടം കൂടി ആക്രമിക്കപ്പെട്ടപ്പോൾ ആയിരിക്കും. ഉമ്മൻചാണ്ടി സാറിനെതിരെ മൊഴി കൊടുത്തവർ സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കില്ല അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. ആരുടെയൊക്കെയോ സമ്മർദ്ദങ്ങൾ അതിന്റെ പിന്നിലുണ്ടാവാം. ഉമ്മൻചാണ്ടി സാറിന്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഞാൻ ടിവിയുടെ മുന്നിൽ നിന്നും മാറാതെയിരുന്നു. അന്ന് എന്റെ മുന്നിലുണ്ടായിരുന്ന ഒരു ചോദ്യം, ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളതാണ്. ചില പാർട്ടിയിൽ ഞാൻ കണ്ടിട്ടുള്ളത് അവരവരുടെ പാർട്ടിക്കാർ, നേതാക്കന്മാർ, MLA മാർ, മന്ത്രിമാർ, എന്തിന് വേറെ സാധാരണ പാർട്ടി പ്രവർത്തകർ പോലും എന്തു വലിയ തെറ്റ് ചെയ്താലും അതിന് ന്യായീകരണങ്ങൾ ഏറെയാണ്. സദാചാര മൂല്യങ്ങളെ കാറ്റിൽ പറത്തി ഒരു കൂസലും ഇല്ലാതെ ഇരിക്കുന്നവർക്ക് ശക്തമായ കവചം തീർക്കാൻ അവർക്കറിയാം. അതിനെ ആരെങ്കിലും ചോദ്യം ചെയ്താൽ കള്ളം സത്യവും സത്യം കള്ളവുമായി മാറാൻ നിമിഷങ്ങൾ മതി. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയും ഉണ്ടായിട്ടില്ല. സമ്മർദ്ദം ചെലുത്തി പരാതി എടുത്തുകൂടായികയുമില്ല. ഇനി മുൻ അനുഭവങ്ങൾ അങ്ങനെയാണ്. എവിടെയെങ്കിലും ഒരാൾക്കായി വഴി തെറ്റില്ല. തെറ്റുന്നു എങ്കിൽ അതിൽ രണ്ടുപേരും തുല്യ പങ്കാളികളായിരിക്കും. അപ്പോൾ ഒരു പക്ഷത്തെ മാത്രം എങ്ങനെ കുറ്റം പറയും? വർഷങ്ങളോളം ചാറ്റ് ചെയ്തും കൂട്ടുകൂടിയും രസിക്കും. പെട്ടെന്നൊരു ദിവസം ഒരാൾ മാത്രം പ്രതിപട്ടികയിലെത്തും.
ഏതൊരാളിൽ നിന്നും മോശം സമീപനം വന്നാൽ ആ സ്പോട്ടിൽ പ്രതികരിക്കണം. വർഷങ്ങൾ കഴിഞ്ഞല്ല പ്രതികരിക്കേണ്ടത്. വർഷങ്ങളോളം എല്ലാം കൂട്ടുകൂടി ചെയ്തിട്ട് ഒരാൾ മാത്രം എല്ലാത്തിന്റെയും കുറ്റക്കാരൻ ആണെന്ന് പറയുന്നതിന്റെ ഔചിത്യബോധം മനസ്സിലാകുന്നില്ല. ഉഭയകക്ഷി സമ്മത ബന്ധത്തിലൂടെ നടക്കുന്ന അശ്ലീലങ്ങൾക്ക് ഒരു പക്ഷം മാത്രം മറുപടി പറഞ്ഞാൽ മതിയോ? നീതി എന്ന് പറയുന്നത് രണ്ടു ഭാഗത്തിനും ലഭിക്കേണ്ടതാണ്. അനീതി ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ടു ഭാഗത്തും ബാധിക്കേണ്ടതുമാണ്. രാഹുലിനെതിരെ തിരിഞ്ഞവരുടെ ഫോൺ പരിശോധിച്ചാൽ ഇതിലും വലുത് കിട്ടാൻ സാധ്യതയുണ്ട്. ഈ കേരളത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട എത്രയോ വലിയ വിഷയങ്ങൾ വേറെയുണ്ട്. അതിലോട്ടൊന്നും പോകാതെ ഈ ഒരു വിഷയം മാത്രം ഫോക്കസ് ചെയ്യുന്നവരെ കാണുമ്പോൾ പുച്ഛമാണ് തോന്നുന്നത്. കേസില്ലേൽ കേസ് ഉണ്ടാക്കും, അതിന് തെളിവുകളും ഉണ്ടാക്കും, എന്നിട്ട് അറസ്റ്റ് ചെയ്യും. എതിർചേരിയിലെ തലവെട്ടി ചൂട് ചോര കുടിക്കാൻ കാത്തു നിൽക്കുന്നവരുടെ ഇടയിൽ നിങ്ങൾ പിടിച്ചു നിൽക്കുക. 41 വർഷത്തെ അഭിനയ ജീവിതത്തിൽ മുഖം മൂടി അണിഞ്ഞ നിരവധി ആൾക്കാരെ ഞാൻ കണ്ടു. അതിൽ ആണുങ്ങളും പെണ്ണുങ്ങളുമുണ്ട്. എല്ലാത്തിനും കൂടെ നിന്നിട്ട് ചതിക്കൽ പ്രസ്ഥാനവുമായി നടക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ, ഇതിലും വലുതെന്തോ നിങ്ങളെ കാത്തിരിക്കുന്നു. മുൻ അനുഭവങ്ങൾ അതാണ്. എരുതിയിൽ എണ്ണ ഒഴിച്ചു തരാൻ കുറെ പേരുണ്ടാകും. അവരുടെ ഉദ്ദേശം അവരുടെ ലക്ഷ്യം കണ്ടെത്തുക എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് നിങ്ങളെ ആവശ്യമില്ല. തിരഞ്ഞെടുപ്പ് അടുത്തതിന്റെ വെടിപൊട്ടിക്കലുകളാണ് ഇവിടെ നടക്കുന്നത്. രാഹുൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം. അത് തെറ്റ് ചെയ്തെങ്കിൽ മാത്രമാണ്. ചില ആളുകളെങ്കിലും രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോൾ സന്തോഷമുണ്ട്. എന്തൊക്കെയാണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സമയവും കടന്നുപോകും. നിങ്ങൾക്ക് ഒരു നല്ല കാലം വരാനിരിക്കുന്നു. ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്ത നടി ബീനയടക്കം പുതിയ ഒരു ജീവിതത്തിലേക്ക് നയിക്കാൻ പ്രാപ്തയാക്കിയ സീമാജി നായർ എന്ന അഭിനേത്രിയുടെ ഒരു കുറിപ്പാണ് ഇത്.